ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഓൾ ന്യൂ 2024 പൾസർ 200 NS ആണ്. അപ്പോൾ ഇതിനു മുമ്പ് 2023 പൾസർ 200 NSന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വന്നതാണ് ഈ അപ്സൈഡ് ഡൗൺ സൈഡ് ഷോക്ക് അബ്സറും ഈ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഇരിക്കുന്ന പുതിയ 2024 വണ്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നന്ദി പറയേണ്ടത് റോയൽ ബജാജ് കോട്ടയത്തിനാണ്. അവരാണ് നമുക്ക് ഈ വണ്ടി വന്നിരിക്കുന്നത്. ഒരു ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിളാണ്. അപ്പോൾ അവിടെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ബജാജ് വാഹനങ്ങൾ വാങ്ങിക്കാനും സർവീസിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷോറൂമിനെ ബന്ധപ്പെടാനാണ്. അവർ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഓൾ ന്യൂ 2024 പൾസർ NS 200 വന്നിരിക്കുന്നത് നോക്കാം. ഞാൻ ഷോറൂമിലേക്ക് പോകുന്ന വഴിക്ക് ഒരു വലിയ ഫ്ലെക്സ് കണ്ടു. അതിൽ LED മാനിയ എന്നും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു പടമൊക്കെ ആയിരുന്നു. അപ്പോൾ പ്രധാന മാറ്റം വന്നിരിക്കുന്നത് ഇവൻ്റെ തലയ്ക്ക് തന്നെയാണ്. ഇവിടെ ഒരു LED ഹെഡ്ലൈറ്റ് വന്നിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും പുതിയ പൾസർ 200 NSലെ പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്ന്. ലൈറ്റ് തെളിച്ച് കഴിയുമ്പോൾ തന്നെ കിട്ടിലൻ ഒരു ഇടിമിന്നൽ ഷേപ്പുള്ള DRലാണ് ഇതിൽ എടുത്ത് നിൽക്കുന്നത്. ഇത് ഇടിമിന്നൽ DRL എന്നും പറയുന്നുണ്ട്, അതൊരു ഇസഡ് ഷേപ്പ് എന്നും പറയുന്നുണ്ട്. പുതിയ പൾസർ NS 400C എന്നുള്ള പേര് വരുന്നുണ്ട്. അതിൻ്റെ അത് ഇസഡ് എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇനി ആ ഇസഡ് എങ്ങാനുമാണ് ഇതിന് ഫ്യൂച്ചറിൽ ഇനി 200C എന്ന് വല്ലതും വരുമോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഡ്യുവൽ ചേമ്പറായിട്ടുള്ള LED ഹെഡ്ലൈറ്റ് ആണ്. കിട്ടിലം വെട്ടം തരുന്ന കിട്ടിലം ബ്രൈറ്റർ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട കാര്യം DRL തന്നെയാണ് കേട്ടോ. പിന്നെ LED ഇൻഡിക്കേറ്ററും കാര്യങ്ങളും വരുന്നുണ്ട്. സൈഡിലോട്ട് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ അപ്സൈഡ് ഡൗൺ സൈഡ് ഷോക്ക് അബ്സർ കാണാം. അതുപോലെ ഗ്രിമിക്കയുടെ ബ്രേക്ക് കാലിപ്പർ കാണാം. അതുപോലെ ഫ്രണ്ട് റോട്ടർ കാണാം. അത് 300 mm ഡിസ്ക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ ചാനൽ ABSും കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ കാർബൺ ഫൈബർ ഫിനിഷിംഗ് ഉള്ള ഫ്രണ്ട് മൽഗാർഡ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊള്ളാം. പിന്നെ അലോയ് വീൽസ്, ഇതിന് കൊടുത്തിരിക്കുന്ന കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഡാർക്ക് ഗ്രേ പോലത്തെ ഒരു കളറും കാര്യങ്ങളൊക്കെയാണ്. 100 സെക്ഷൻ്റെ ടയറാണ്. 180/17 അതാണ് ടയർ സൈസ് ഫ്രണ്ടിൽ വരുന്നത്. ട്യൂബ്ലെസ് ടയറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അലോയ് വീലിലും കാര്യങ്ങളിലൊക്കെ വെയിറ്റ് റിഡക്ഷൻ നടത്തിയിട്ടുണ്ട്. ഏകദേശം 1.5 കിലോയോളം രണ്ട് അലോയിലും കൂടെ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. KTMൻ്റെ പവർ ടു വെയിറ്റ് റേഷ്യോ ടെക്നോളജി തന്നെയാണ് ഇവിടെയും പ്രയോഗിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ബജാജ് പൾസർ DTSI ട്രിപ്പിൾ സ്പാർക്ക് എഞ്ചിനാണ്. ട്രിപ്പിൾ സ്പാർക്ക് പരിപാടി ബജാജ് വിട്ടു. ഡൊമിനാറിലൊക്കെ സിംഗിൾ സ്പാർക്ക് ആക്കി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടിയിലും ട്രിപ്പിൾ സ്പാർക്ക് ടെക്നോളജി തന്നെയാണ്. പിന്നെ നമ്മുടെ പെരിമീറ്റർ ഫ്രെയിം കാണാൻ സാധിക്കും. അതിൽ കൊടുത്തിരുന്ന കളറും കാര്യങ്ങളും അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്നുള്ള ചെറിയ എഴുത്തും കാര്യങ്ങളും കാണാം. നേരത്തെ ബജാജിന് എവിടുന്നോ കുറേ വെള്ള പെയിൻറ്റ് കിട്ടിയിട്ടുള്ള വണ്ടികളിലെല്ലാം വെള്ള പെയിൻറ്റ് അടിച്ചിട്ട് വളരെ ബോറാക്കി ചീത്തപ്പേര് ഏറ്റുവാങ്ങിയ ഒരു കമ്പനിയാണ് ബജാജ്. നിങ്ങൾക്കറിയാം. എനിക്കൊന്ന് ഡ്യൂക്ക് വണ്ടികൾക്കൊക്കെ ഓറഞ്ച് കളർ ഫ്രെയിമിന് അടിച്ചുകൊണ്ട് യൂണീക്കായിട്ടൊരു കളറിന് വേണ്ടിയാണോ വെള്ളം അടിച്ചെന്ന് അറിയത്തില്ല. അപ്പോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ അട്ടർ പരാജയം എന്നായിരുന്നു. നല്ല ചീത്തപ്പേര് ബജാജ് കേട്ടു. പക്ഷേ ഇപ്പം ബജാജിൻ്റെ ഡിസൈനും കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഈ ഫ്രെയിമിന് വരുന്ന കളറൊക്കെ ആണെങ്കിലും നല്ല കിഡിലാണ്. എല്ലാം നല്ല മാച്ചിങ് ആണ്. അത്യാവശ്യം നമ്മൾ മോഡിഫൈ ചെയ്ത് കൊണ്ട് നടക്കുന്ന വണ്ടികളുടെയൊക്കെ ആ ഒരു ഡിസൈനും അതുപോലത്തെ കളറും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുന്ന് ആ 200 എന്നുള്ള ആ ഒരു സിൽവർ കളറുള്ള എഴുത്തും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഈ പൾസർ എന്നുള്ള എഴുത്താണെങ്കിൽ പോലും ഒരു 3D ഡീക്രോം ടൈപ്പ് ലോഗോയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിലും NS 200 എന്ന് പറഞ്ഞിട്ടും കിഡിലിനായിട്ടുള്ള 2 ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബൈക്കൊക്കെ പഴയ പോലെ തന്നെ കൊമ്പ് പോലത്തെ ആ ഗ്രാബ് റെയിൽ 2 ആ പഴയ LED ടൈലൈറ്റും LED ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ. ഇവിടെ ടയർ ഹഗ്ഗർ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ അലോയ് വീൽ ഇതാണ്. 130/17 ബാക്കിൽ ടയർ വരുന്നത്. 230 mm ഡിസ്ക് ബ്രേക്കാണ് ബാക്കിൽ വരുന്നത്. പിന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്കും കാര്യങ്ങളൊക്കെ വണ്ടിക്കുണ്ട്. സീറ്റിൻ്റെ കാര്യത്തിലോട്ട് പോകുമ്പം എനിക്ക് ഇത്തിരി നെഗറ്റീവ് പോലെ ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എവിടെയോ നഷ്ടപ്പെട്ട പോലെ തോന്നുന്നു. പക്ഷേ ഭയങ്കര സോഫ്റ്റാണ്. ഇതിൻ്റെ ഒരു മെറ്റീരിയലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആദ്യകാലത്തെ BS3 ഡ്യൂക്കിലേക്ക് വെച്ച് നോക്കുമ്പോൾ നല്ല കട്ടിയുള്ള കിടിലൻ സീറ്റായിരുന്നെങ്കിൽ ഇവിടെ ഇച്ചിരി കട്ടി കുറഞ്ഞൊരു ഇതിൻ്റെ ഒരു മെറ്റീരിയൽ ഇച്ചിരി സോഫ്റ്റ്വെയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. പക്ഷേ സീറ്റ് ഇരിക്കാനൊക്കെ നല്ല സുഖമാണ്. നല്ല കംഫർട്ട് വരുന്ന തരത്തിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ്. പില്ലിയൻ ആയിക്കോട്ടെ റൈഡർക്കായിക്കോട്ടെ ഇവിടുന്ന് ഇച്ചിരി ഒതുങ്ങിയിട്ട് ഇത് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല വൈഡായിട്ടുള്ള കിടിലനായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന സീറ്റും കാര്യങ്ങളൊക്കെയാണ് 2 പേർക്കും, റൈഡർക്കും പില്ലിയനും. ഞാനിതിലിരുന്ന് കുറേ ദൂരം ഓടിച്ചു വന്നതാണ്. ഇപ്പോൾ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കും ഒരു സാരി ഗാർഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ നമ്മുടെ സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫിൻ്റെ സംഭവം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ നട്ടൊക്കെ ഇച്ചിരി ഒരു നല്ല ഭംഗിക്ക് കൊടുക്കായിരുന്നു. അത് ഇത്തിരി ലോക്കൽ സെറ്റപ്പ് ഫീൽ ചെയ്തു. ബാക്കിയെല്ലാം അടിപൊളിയാണ്. പിന്നെ ഒരു അണ്ടർ ബെല്ലിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഒരു 168 mm ഗ്രൗണ്ട് ക്ലിയറൻസും ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 158 കിലോളം വെയിറ്റും വരുന്നുണ്ട്. എനിക്ക് പഴയ NSൽ നിന്ന് ഇത് കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ടാണ് ഫീൽ ചെയ്തത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഒരു 1.5 കിലോയോളം അലോയ് വീലിൽ വെയിറ്റ് റിഡക്ഷൻ നടത്തിയിട്ടുണ്ട്. വണ്ടി ഓടിച്ചു വരുന്ന സമയത്തൊക്കെ പണ്ടത്തെ NS ഓടിക്കുന്ന പോലെയല്ല, കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ടുള്ളൊരു NS ഓടിക്കുന്ന ഫീലൊക്കെ കുറച്ച് സ്മൂത്തറായ പോലെ. പിന്നെ ഞാൻ ഒരു കാര്യം എടുത്തു പറയാം, ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള NS 200 ആണിത്. BS3 വണ്ടിയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഒരു റോ സൗണ്ടും ആ ഒരു റോ പവറും അതൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. റിഫൈൻമെൻറ്റ് ഭയങ്കരമായിട്ട് കൂടിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര സ്മൂത്തറായിട്ടുള്ള ഒരു ബട്ടർ സ്മൂത്ത് ഫീലിംഗ് ഒക്കെ ആയിരുന്നു ഈ വണ്ടി ഓടിക്കുമ്പോൾ. അപ്പോൾ ഇതൊരു E20 കേപ്പബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ E20 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ കൺസോളിലാണ്. ഇത് കാലത്തിനൊത്ത എല്ലാ മാറ്റങ്ങളുണ്ട്. ഇവിടെ ലൈറ്റ് മിന്നുന്ന കാണാം. ഇത് റെഡ്, ബ്ലൂ, ഗ്രീൻ എന്ന് പറഞ്ഞ 3 കളർ തെളിയും. അപ്പം ആപ്പൊക്കെ കണക്ട് ചെയ്യാൻ നേരത്ത്
ഇതിൻ്റെ കളറൊക്കെ മാറും. ബജാജിൻ്റെ ആപ്പുണ്ട്, കണക്ട് ആപ്പുണ്ട്, അത് കണക്ട് ചെയ്തിട്ടാണ് ഇതിനകത്ത് കോൾ അലേർട്ട്, 10/10 നാവിഗേഷൻ, അങ്ങനെ സംഭവങ്ങൾ, എഞ്ചിൻ ഓഫ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ട്രിപ്പുണ്ട്, ഓഡോമീറ്റർ ഉണ്ട്, ടൈമുണ്ട്, ഫ്യൂൽ ഗേജ് ഉണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഓരോ ഗിയർ മാറുന്നതും കാണിക്കുന്നുണ്ട്, ABSൻ്റെ വാണിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്ത് കാലത്തിനൊത്ത മാറ്റങ്ങളെല്ലാം ഉള്ള ഒരു കിടിലൻ മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ 10/10 നാവിഗേഷൻ ആണെങ്കിലും അത്യാവശ്യം നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. കോൾ ഡ്യൂറേഷൻ കാണിക്കുന്നു. പിന്നെ കോൾ നമുക്കിവിടെ പ്രസ് ചെയ്തെടുക്കാം, ലോങ് പ്രസ്സിൽ കോൾ കട്ടാക്കാം, ഫോൺ കയ്യിൽ എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ഒരു മീറ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഒരു USB ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിനൊരു അടപ്പുമുണ്ട്, അതുകൊണ്ട് വെള്ളമൊന്നും വീഴാതിരിക്കും. പിന്നെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ. ഇതിൻ്റെ മീറ്ററിനെ പറ്റി പറയുമ്പോൾ എടുത്തു വരേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ നല്ല കിട്ടിലും വിസിബിലിറ്റി ഉള്ളത്. ഇപ്പോൾ അത്യാവശ്യം നല്ല വെട്ടമുണ്ട്, വെട്ടത്തിലാണെങ്കിലും നൈറ്റിലാണെങ്കിലും നല്ല വെട്ടം, നല്ല തെളിഞ്ഞ് കാണാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ രാത്രി സമയത്തൊക്കെ നമ്മുടെ മുഖത്തോട്ട് വെട്ടമടിച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഹെഡ്ലൈറ്റിന് സ്വിച്ച് ഉണ്ട്. വണ്ടി സ്റ്റാർട്ടാക്കിയാൽ നോർമലായിട്ട് തന്നെ DRL തെളിയത്തുള്ളൂ. ഹെഡ്ലൈറ്റ് ഓണാക്കാൻ ഓഫാക്കാൻ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓണാക്കുമ്പോൾ ഇതിൻ്റെ വെട്ടം അല്പം ഡിമ്മാവും. അപ്പോഴത്തേക്ക് നമുക്ക് ആ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ മോഡ് സ്വിച്ച്, ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഹോൺ സ്വിച്ച്, പാസ്, എഞ്ചിൻ കിൽ സ്വിച്ച്, സ്റ്റാർട്ട് സ്വിച്ച്, ഇതൊക്കെയാണ് അതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളും. പിന്നെ ഇത് ഇലുമിനേറ്റിംഗ് സ്വിച്ചസ് ആണ്. പൾസറിൽ ഓൾറെഡി ഉള്ള പോലെ തന്നെ. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. കണ്ട സ്വിച്ചസിലെല്ലാം ആ നീല കളർ ലൈറ്റും കാര്യങ്ങളൊക്കെ തെളിയുന്നുണ്ട്. എല്ലായിടത്തും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ആ സ്വിച്ച് ഓണാക്കുന്നത് ഓഫാക്കുന്നത്. ഇവിടെ കാണാം, ഓണാക്കുമ്പോൾ കണ്ടോ അല്പം വെട്ടം ഡിമ്മായി, ഓഫാക്കുമ്പോൾ തെളിഞ്ഞു. അതായത് ഹെഡ്ലൈറ്റ് ഓണാക്കുമ്പോഴും ഓഫാക്കുമ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണ് ഓടിക്കുന്ന സമയത്ത്. ഇനി ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ഐഡിയൽ സൗണ്ട്. പഴയ BS3 വെച്ച് നോക്കുമ്പോഴത്തേക്കും സൗണ്ടിൽ കുറേയും കൂടെ റിഫൈൻമെൻറ്റ് വന്നിട്ടുണ്ട്. നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ബട്ടർ സ്മൂത്ത് ഫീലിങ്സ് ഒക്കെയാണ്. ഇപ്പോഴും അണ്ടർബെല്ലി എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ മാറ്റമൊന്നുമില്ല. അണ്ടർബെല്ലി ആയിരുന്ന സമയത്ത്, ഇറങ്ങിയ സമയത്ത് പലരുടെയും പ്രശ്നമായിരുന്നു ഇതിൽ വെള്ളം കയറുമെന്നൊന്നും. വെള്ളമൊന്നും കയറത്തില്ല. ഈ ഒരു ഫ്രെയിമിൻ്റെ, അതായത് ഈ എയർ ബോക്സിൻ്റെ ഇവിടം വരെ വെള്ളത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ വണ്ടി നിന്നൊന്നും പോകത്തില്ല. വണ്ടി ഓഫാക്കായിരുന്നാൽ മതി, കൈ കൊടുത്ത് നമുക്ക് പോകാൻ പറ്റും. അപ്പം നല്ല റിഫൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു കിടിലൻ സൗണ്ടായിരിക്കും. പക്ഷേ ആ ഒരു BS3യുടെ റോ സൗണ്ടൊക്കെ നഷ്ടപ്പെട്ടു. എന്നാലും ആ ഒരു പൾസർ NSൻ്റെ ഒരു യുണീക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെ ഇതിനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ വണ്ടിക്ക് ചുറ്റും നടന്നു നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്ന ഏറ്റവും പുതിയ മാറ്റങ്ങൾ. അതിലെടുത്ത് പറയേണ്ടത് ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റും അതുപോലെ സ്പീഡോമീറ്ററും കാര്യങ്ങളിലും വന്ന അപ്ഡേഷൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ബജാജിനെ കളിയാക്കുന്നൊന്നുമല്ല. ഇതൊക്കെ കേരളത്തിലെ പിള്ളേർ പണ്ടേ വിട്ട കേസാണ്. കാരണം ഒരുപാട് വണ്ടികളിൽ ഈ ഹെഡ്ലൈറ്റ് ഡൊമിനാറിൻ്റെ ഒക്കെ കയറ്റിയ വണ്ടിയും അതുപോലെ ഫ്രണ്ടിലെ ഷോക്ക് അബ്സർവ് മാറിയിട്ട് KTM ഡ്യൂക്കിൻ്റെ ഒക്കെ കസ്റ്റം ചെയ്ത വണ്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബജാജ് അതൊക്കെ ഇപ്പോഴാണ് അറിഞ്ഞതെന്ന് തോന്നുന്നു. ഇതൊക്കെ പിള്ളേർ പണ്ടേ വിട്ടാണ്. കാരണം മോഡിഫിക്കേഷൻ രംഗത്ത് കേരളത്തിലെ പിള്ളേർ അത്രയും ലെവലിൽ നിൽക്കുന്ന വേറെ ആരും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം കമ്പനി കാണുന്നതിന് മുമ്പേ പിള്ളേർ ഇതൊക്കെ കണ്ടുവിട്ട കേസാണ്. ഞാൻ കളിയാക്കുന്നതല്ല, ഉള്ള കാര്യം പറയാൻ. ഒരുപാട് വണ്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് മാറിയതും ഷോക്ക് അബ്സർ മാറിയതും ഫ്രണ്ടിൽ ഡുവൽ ഡിസ്ക് പിടിപ്പിച്ചതും ഡൊമിനാറിൻ്റെ അലോയ് കയറ്റിയതും അതുപോലെ കിട്ടിലും വർക്കുകളുള്ള NSകളും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വരുന്നതാണ്. അതായത് റെഡിമെയ്ഡ് ആയിട്ട് വരുന്ന ഹെഡ്ലൈറ്റും ഇതെല്ലാം പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. എടുക്കുക, വാങ്ങുക, ഓടിക്കുക. അപ്പോൾ ഈ വണ്ടിക്ക് ഒരു എക്സ് ഷോറൂം പ്രൈസ് 159 വരും. അപ്പം ആ ഒരു റേഞ്ചിൽ എടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് 200cc സ്പോർട്സ് ബൈക്കാണിത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ടൊന്നും ചെയ്യേണ്ട. നമ്മൾ കസ്റ്റമൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരെ കൊണ്ടും കൂട്ടിയാൽ കൂടുന്ന പരിപാടിയൊന്നുമില്ല. നല്ല എക്സ്പെൻസ് ആകും. ഹെഡ്ലൈറ്റ് വാങ്ങിക്കണം, ഷോക്ക് അബ്സർ വാങ്ങിക്കണം. അപ്പം ഇതാകുമ്പോഴത്തേക്കും റെഡിമെയ്ഡാണ്, വാങ്ങിച്ചങ്ങ് ഓടിച്ചാൽ മതി. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം ഈ വണ്ടിയിൽ കമ്പനി തന്നെ പിടിപ്പിച്ചാണ് നിങ്ങൾക്ക് തരുന്നത്. പിന്നെ ഈ ഒരു വണ്ടിയിൽ ഒരു ബിഗ്ഗസ്റ്റ് സീക്രട്ട് ബജാജ് സൂക്ഷിച്ചിട്ടുണ്ട്. ഈ വണ്ടിയിൽ സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്. ബജാജ് കമ്പനിയോ സൈറ്റോ ഒന്നും അത് പറയുന്നൊന്നുമില്ല. പക്ഷേ ഈ വണ്ടിയിലുണ്ട്. ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാനത് ഓടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങളെ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഈ വണ്ടിയിൽ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് വരുന്നുണ്ട്. അപ്പോൾ ഡൗൺ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കിടിലനാണ്. നമ്മൾ ഹൈ സ്പീഡിൽ വന്നിട്ട് ഡൗൺ ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബാക്ക് വീല് ലോക്കാകാതെ ജെർക്കാകാതെ കിട്ടിലനായിട്ട് അതും കൂടെ കിട്ടിലനാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നല്ല സ്പീഡിലൊക്കെ ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി. അപ്പം കിട്ടിലനായിട്ടാണ് പോകുന്നത്. നമ്മൾ അറിയുന്ന പോലും ഇല്ല. ഭയങ്കര സ്മൂത്താണ്. ഇത് വണ്ടി കുറേയും കൂടെ ബട്ടർ സ്മൂത്തായി എന്ന് വേണം പറയാൻ. ഞാൻ അതാണ് ആദ്യം തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിഫൈൻമെൻറ്റ് കൂടിയ ഒരു NS200 എന്ന് വേണം ഇതിനെ വിളിക്കാൻ. അപ്പോൾ ഇനി അധികം വലിച്ചു നീട്ടുന്നൊന്നുമില്ല. നമുക്ക് വണ്ടിയിൽ കയറി ഇരുന്നിട്ട് വണ്ടി ഓടിച്ച് നോക്കാം. അന്നേരം നമുക്ക് കുറച്ച് വിശേഷങ്ങളും കൂടെ പറയാം. യെസ്, നമുക്കിനി വണ്ടി ഓടിച്ച് നോക്കാം. വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് ഞാൻ പറഞ്ഞില്ല, 805 mm ആണ്. അപ്പം എനിക്ക് ഫ്ലാറ്റ് ഫുഡാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് കാര്യം അറിയാം. പിന്നെ ടാങ്ക് ഒന്നും ഞാൻ എടുത്ത് പറയാത്ത 12 ലിറ്ററിൻ്റെ ടാങ്കാണ്. ഇതെല്ലാം ബാക്കി NS തന്നെ. ഏറ്റവും പുതിയ മാറ്റം എന്ന് പറഞ്ഞാൽ മീറ്ററും അതുപോലെ ലൈറ്റിലും വന്ന മാറ്റങ്ങളൊക്കെയാണ്.
ബാക്കിയെല്ലാം NSലുള്ള സംഭവങ്ങളൊക്കെ തന്നെ. അപ്പോൾ മാറ്റങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞാൽ മതിയല്ലോ, അതുകൊണ്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും പറയാഞ്ഞത്. ഒക്കെ എല്ലാം നിങ്ങൾക്കറിയാം. NS എന്ന് പറഞ്ഞ വണ്ടിയെപ്പറ്റി നമ്മൾ അധികം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ഇത്രയും കില്ലാടിയ ഒരു വണ്ടിയെപ്പറ്റി നമ്മൾ എന്നാ പറയാനോ, ഇതിനെപ്പറ്റി അറിയാൻ മേലാത്ത ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഞാൻ അധികം ഞെക്കിയൊന്നും നോക്കിയില്ല. പക്ഷേ കാലത്തിനകത്തുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ. അതൊക്കെയാണ് ഞാൻ നിങ്ങൾ പൾസർ NS 200 പൾസർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അവിടെ. വാർണിംഗ്, എൻ്റർ, സെറ്റിങ്സ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫോൺ കണക്ട് ചെയ്തിട്ടാലും കൂടുതൽ കാര്യങ്ങൾ അതിലോട്ട് വരത്തുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ അതിനെപ്പറ്റി ആധികാരികമായിട്ടൊന്നും പറയാൻ. ജസ്റ്റ് ഇങ്ങനെ ഓഫാക്കിയിട്ട് ഓണാക്കുമ്പോഴത്തേക്കും ഇതിൽ എന്തൊക്കെയുണ്ടെന്നുള്ളതെല്ലാം തെളിഞ്ഞു വരും. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഓടിക്കാം. പിന്നെ ഇതിൻ്റെ പവർ ഫിഗേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 199.5 cc ലിക്വിഡ് കൂൾഡ് 4 സ്ട്രോക്ക് ട്രിപ്പിൾ സ്പാർക്ക് DTSI എൻജിൻ, പൾസറിൻ്റെ ഒരു എന്താ പറയുക, ബജാജിൻ്റെ ഒരു കിടിലൻ എൻജിൻ കുറേയും കൂടെ റിഫൈൻമെൻ്റ് ആക്കി നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ പവർ ഫിഗേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 24.5 PS പവർ, 9750 RPM-ലും 18.74 Nm ടോർക്ക്, 8000 RPM-ലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കിടിലൻ എൻജിനാണ് ഈ ഒരു വണ്ടിയിലിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സസ്പെൻഷനൊക്കെ ഒരു ചെറിയൊരു ഹമ്പാണ് കണ്ടോ. ചാടി നോക്കുമ്പോൾ വളരെ സ്മൂത്തറായിട്ടാണ് ചാടുന്നത്, ഹാർഡറല്ല കേട്ടോ. എല്ലാം കൊണ്ടും വണ്ടീനെ അങ്ങ് സോഫ്റ്റ് ആക്കി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. സോഫ്റ്റ് പൾസർ എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടോ പറക്കുന്ന കണ്ടോ. തുടക്കത്തിലൊന്നും ഈ വണ്ടിക്ക് മീൻസ് കാര്യമായിട്ടുള്ള ഒരു പവർ ഡെലിവറി അങ്ങനെ ഫീൽ ചെയ്യത്തില്ല. നമുക്കൊരു കമ്മ്യൂട്ടർ ബൈക്കായിട്ട് സിറ്റിയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടോ. ഇപ്പോൾ ഞാനൊരു 5th ഗിയറിലാണേ, ഞാനൊരു 6th ഇടാം. അതുകൊണ്ട് ഒരു 50-ലൊക്കെ 6th ഗിയറിലൊക്കെ സിറ്റി യൂസിനൊക്കെ പറ്റുന്ന ഒരു കിടിലൻ വണ്ടിയായിട്ട് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് പോകും. ഇതിൻ്റെ കളി തുടങ്ങുന്നതെന്ന് പറഞ്ഞ ഒരു 7000+ RPM ഒക്കെ കഴിയുമ്പോഴാണ് ഇതിൻ്റെ കളി തുടങ്ങുന്നത്. ഈ സാധനം കൊണ്ട് കത്തിക്കയറാൻ തുടങ്ങും. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഈ തുടക്കത്തിലൊന്നും ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു വലിയ പവർ ഡെലിവറി ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നിങ്ങളത് BS3 ആയിട്ടൊന്നും കമ്പയർ ചെയ്യില്ല. എല്ലാവരും പറയുന്നത് BS3 പോലെയല്ല. അത് കഴിഞ്ഞ കാലം, ഇത് പുതിയ കാലം. കാലത്തിനൊത്ത് മാറാൻ നിങ്ങൾ പഠിക്കുക. അല്ലാണ്ട് കഴിഞ്ഞ കാലം പറഞ്ഞുകൊണ്ട് എനിക്ക് BS3 പോലെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കാലം മാറുന്നതിനകത്ത് കോലവും മാറും. അങ്ങനെയാണ് സെറ്റപ്പ്. അതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ബ്രേക്ക് അതിപ്പോൾ പിടിച്ചു നോക്കാൻ പറ്റുമെന്ന് ഞാൻ പറയാം. ബ്രേക്ക് കിടിലം ബ്രേക്കാണ്. പഴയകാല പൾസറിൽ പെറ്റൽ ഡിസ്ക് ബ്രേക്ക് ആയിരുന്നു കൊടുത്തിരുന്നെങ്കിൽ ഇതിൽ പെറ്റലൊന്നുമല്ല. നിങ്ങൾ കണ്ടല്ലോ, റൗണ്ടായിട്ട്. പെറ്റൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, സൈഡ് ഇങ്ങനെ വെട്ട് പോലെ സാധാ റൗണ്ടായിട്ടുള്ള ഡിസ്ക് ബ്രേക്കാണ്. അപ്പോൾ ഡ്യുവൽ ചാനൽ ABS കാര്യങ്ങളാണ്. ബ്രേക്ക് നല്ല കിഡിലോ റെസ്പോൺസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ. നമ്മൾ എത്ര ഹൈ സ്പീഡിൽ വന്ന് പിടിച്ചാലും സ്റ്റോപ്പിംഗ് പവറൊക്കെ അടിപൊളിയാണ്. പിടിച്ചെടുത്ത് നിൽക്കുന്നുണ്ട്. അതിപ്പം ഈ കയറ്റത്തിങ്ക വെച്ചല്ല, ഞാൻ ആ സ്ട്രെയിറ്റ് റോഡിലോട്ട് ചെന്നിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് അധികം പറയുന്നില്ല, നമുക്ക് ആദ്യം നല്ല സ്ട്രെയിറ്റ് റോഡിലോട്ട് പോവാം. അവസാനം ഒരു നല്ല റോഡിലോട്ട് വന്നിരിക്കുകയാണ്. കോട്ടയംകാർക്ക് ഏറ്റവും വലിയ ശാപമാണ്, നമുക്കൊരു 4 വരി പാതയൊന്നുമില്ല. വണ്ടിയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനാണ്. ആകെ ഉള്ളത് ഒരു ബൈപ്പാസാണ്. ഇവിടെ വൈകുന്നേരം നല്ല തിരക്കുമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ പരിപാടികളൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് വലിയ അക്രമങ്ങളൊന്നും നടക്കത്തില്ല. ചെറിയ തോതിലുള്ള അക്രമങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ ഹൈവേയിൽ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഹൈവേ എന്ന് പറയാൻ പറ്റത്തില്ല, ബൈപ്പാസ്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ മുഴകളായതുകൊണ്ട് നമുക്ക് സ്പീഡിലൊന്നും പോകാനൊന്നും പറ്റത്തില്ല, നമ്മൾ പറന്നു പോകും. പിന്നെ പട്ടിസാറൊക്കെ റോഡ് സൈഡിൽ നിൽപ്പുണ്ട്. പട്ടിസാറിൻ്റെ മനസ്സെപ്പോഴാണ് മാറുന്നത്, ഫ്രണ്ടിലോട്ട് ചാടുന്നതെന്നും പറയാൻ പറ്റത്തില്ല. ഇത്രയും വിശ്വസിക്കാൻ കൊള്ളാത്തൊരു വൃത്തികെട്ട ജീവി, മീൻസ് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മളെയും കൊണ്ടേ അവൻ പോകത്തുള്ളൂ. അപ്പോൾ ഈ വണ്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യവും ഞാൻ പറയാം കേട്ടോ. എനിക്കിതിൽ ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞത് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, നമ്മുടെ സൈഡ് സ്റ്റാൻഡ് എൻജിൻ കട്ട് ഓഫിൻ്റെ സ്വിച്ച്, മറ്റേ ആ സെൻസറും സംഭവങ്ങളൊക്കെ പിടിപ്പിച്ചേക്കുന്ന കുറച്ചുകൂടെ ഫിറ്റും ഫിനിഷും ആക്കായിരുന്നു. അതാണ് എനിക്ക് ഇതിൽ അങ്ങ് ഇഷ്ടപ്പെടാതെ പോയ ഒരു കാര്യം. മീൻസ് പിന്നെ ഈ കണ്ണാടി കാണാനുള്ള ലുക്കുള്ളൂ, വിസിബിളൊന്നുമല്ല, അധികം വിസിബിലിറ്റി ഒന്നുമില്ല, ചെറിയ വിസിബിലിറ്റി ഉള്ളൂ. പിന്നെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് മീറ്റർ കൺസോൾ കിട്ടിലനാണ്, നല്ല വിസിബിളാണ്, വളരെ ഡീറ്റെയിൽഡ് ആണ്, നല്ല ഫിറ്റിലും ഫിനിഷിലുമാണ്. പിന്നെ ഇതിലെ ലൈറ്റ്, പിന്നെ ഇതിൻ്റെ അപ്സൈഡ് ഡൗൺ സൈഡ് ഷോക്ക് അബ്സറിൻ്റെ കളർ, പിന്നെ ഈ വണ്ടിയുടെ കളർ സ്കീം അടിപൊളിയാണ് കേട്ടോ. ഇതിൽ 3 കളറുണ്ട്. ഇതൊരു ബ്ലാക്ക് ആണ്, പിന്നെ ഒരു വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്. ഈ 3 കളറിലും വണ്ടി കാണാൻ കിടിലനാണ്. കാരണം കളറിന് ഒരു തവണ ഏറ്റവും കൂടുതൽ പേരുദോഷം കേട്ട കമ്പനിയാണ് ബജാജ്. അതുകൊണ്ട് തന്നെ ഒരു കളർ സ്കീമിൻ്റെ കാര്യത്തിൽ പക്കയാണ് കേട്ടോ, കിടിലൻ കളർ സ്കീമാണ്. നമുക്കൊന്ന് ജസ്റ്റ് കൈ കൊടുത്ത് നോക്കാം. അധികം കൊടുക്കുന്നില്ല, അവിടെ ചിലപ്പോൾ മറ്റേ ക്യാമറയൊക്കെ ആയിട്ട് മാമന്മാർ കാണും. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു 7000 RPM കഴിഞ്ഞപ്പോൾ കണ്ടോ വണ്ടി കത്തി കയറിയത്. ഇതിപ്പോൾ നമ്മൾ ഒരു 60-70 പോയിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാം, നേരെ കണ്ടോ. ഇപ്പോൾ വണ്ടി സെക്കൻഡ് വരെ ഞാൻ ഇട്ടു, പക്ഷേ അറിഞ്ഞു പോലുമില്ല.
ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും സ്ലിപ്പർ ക്ലച്ചിൻ്റെ അഡ്വാൻറ്റേജിനെ പറ്റിയാണ് പറഞ്ഞത്. ക്ലച്ച് പഴം പോലെയാണ്, എന്ന് വെച്ചാൽ പഴം പുഴുങ്ങിയ ക്ലച്ചാണെന്നല്ല, ഭയങ്കര സ്മൂത്താണെന്നാണ് ഞാൻ പറഞ്ഞത്. ഡൗൺ ഷിഫ്റ്റിലൊന്നും വണ്ടി ബാക്ക് വീല് ലോക്കാവോ ജെർക്കാവോ ഒന്നും ചെയ്യുന്നില്ല, വളരെ സ്മൂത്തറാണ്. അതുകൊണ്ട് ഷിഫ്റ്റിംഗ് ഒക്കെ അങ്ങ് പടക്കം പൊട്ടുന്ന പോലെയാണ്, നമുക്ക് ഒരു വിരലുകൊണ്ട് വരെ ഷിഫ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഞാൻ ഓടിച്ചിട്ട് ഇതുവരെ ഫോൾസ് ന്യൂട്രലും കാര്യങ്ങളൊന്നും വീണിട്ടില്ല. ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നല്ല കിടിലനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ നല്ല റിഫൈൻമെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കാലി ഔട്ടുന്ന റൈഡറുടെ ഫുഡ് പാക്കിൽ ഒരു റബ്ബർ ബീഡിങ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കാലിലോട്ട് വലിയ വൈബ്രേഷൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇരിക്കാനും നല്ല സുഖമുണ്ട്, യാത്രാ സുഖമുണ്ട്. ഇപ്പോൾ ഡെയിലി കമ്മ്യൂട്ടറായിട്ടും ഒരു സ്പോർട്സ് ബൈക്കായിട്ടും ഈ ഒരു പൈസയ്ക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കിട്ടിയിലും വണ്ടി, വാല്യൂ ഫോർ മണി. നമ്മൾ വാല്യൂ ഫോർ മണി നോക്കുന്നവരാണല്ലോ മലയാളികൾ, അപ്പോൾ ഇത് വർത്താണ്. 159 എക്സ് ഷോറൂം പ്രൈസ് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു 200cc സ്പോർട്സ് കിട്ടിലൻ നേക്കഡ് ബൈക്കാണ് ഈ ഇരിക്കുന്ന പൾസർ. ഞാൻ ഇരുന്ന് ഓടിക്കുന്ന പൾസർ NS 200. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. അപ്പോൾ ഷോറൂമിലെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ വിളിക്കാൻ മറക്കരുത്. ഷോറൂമിൽ വന്ന് നോക്കാനും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരുപാട് സ്നേഹം മാത്രം. ടാറ്റ. അപ്പോൾ നമ്മുടെ വഴി തീർന്നു. അപ്പോൾ ഇത്രയും നമ്മുടെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.